നമസ്കാരം. PSC ആസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LP-UP അഭിമുഖം പ്രിപ്പറേഷൻ സീരീസിന്റെ 4ാമത്തെ ഭാഗമാണ്. ഡെമോ ക്ലാസ്സിൽ ഡെമോ ക്ലാസ്സിനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 5, 6, 7 ക്ലാസ്സുകളിലെ ബേസിക് സയൻസിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡെമോ ക്ലാസ് നന്നായിട്ട് എടുക്കാൻ അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ട് എടുക്കാൻ നമുക്ക് ഏത് ടോപ്പിക് ആയിരിക്കും നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുക എന്നാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 5, 6, 7 ക്ലാസ്സുകളിലെ ടോപ്പിക് പറയുന്നുണ്ടെങ്കിൽ കൂടി അതന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നോ അതന്നെ നിങ്ങൾ ഡെമോ ക്ലാസ്സിനായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ട്രാക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പാഠഭാഗങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. അതിൽ പാർട്ട് 1ലുള്ള 1ാമത്തെ പാഠഭാഗമാണ് സസ്യലോകത്തെ അടുത്തറിയാം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും സസ്യം അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക് നമുക്ക് എടുക്കാവുന്നതാണ്. കൂടാതെ പ്രകാശ സംശ്ലേഷണം എന്ന ബേസിക് കോൺസെപ്റ്റ് നമുക്ക് അവതരിപ്പിക്കാം. ഹരിതകത്തെ കുറിച്ചുള്ള ബേസിക് കോൺസെപ്റ്റ് അവതരിപ്പിക്കാം. കൂടാതെ ശ്വസനം, ചെടികളിൽ എങ്ങനെയാണ് ശ്വസനം നടക്കുന്നതെന്ന് അവതരിപ്പിക്കാം. കുറച്ചും കൂടി നല്ലൊരു ടോപ്പിക്കായിട്ട് തോന്നുന്നത് കണ്ടൽ ചെടികളെ കുറിച്ചുള്ള ഒരു ആശയമാണ്. കണ്ടൽ ചെടികളെ കുറിച്ചുള്ള ആശയമാണ്. പക്ഷെ അതൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. 2ാമത്തെ പാഠഭാഗം ജീവജലം എന്ന ചാപ്റ്റർ ആണ്. അവിടെ ലീനം, ലായകം, ലായനിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം പ്രളയം 2018 അല്ലെങ്കിൽ ആ പ്രളയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. അതല്ലെങ്കിൽ എന്താ പഞ്ചസാര ലായനിയൊക്കെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇലിസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ജീവജല പാഠഭാഗത്തുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ലായനിയെ കുറിച്ചൊക്കെ പറയാൻ പറ്റും. കുറച്ചും കൂടി നല്ല ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ നമുക്ക് അറിയണം എന്നുള്ളതാണ്. 3ാമത്തത് മാനത്തെ നിഴൽക്കാഴ്ചകളാണ്. ഇവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ടോപ്പിക് പ്രകാശം കടന്നു പോകുന്ന വസ്തുക്കളും കടന്നു പോകാത്ത വസ്തുക്കളും ആയിരിക്കും. ബാക്കി ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി നല്ലത് പ്രകാശം കടന്നു പോകുന്ന വസ്തുക്കൾ, കടന്നു പോകാത്ത വസ്തുക്കൾ. 4ാമത്തെ പാഠം വിത്തിനുള്ളിലെ ജീവനാണ്. അപ്പോൾ അത് കുറച്ചൊരു ബ്രോഡായുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് പറ്റുന്നതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. 5ാമത്തത് ഊർജത്തിന്റെ ഉറവിടങ്ങളാണ്. ഇത് നല്ലൊരു ചാപ്റ്റർ ആണ്. കാരണം ഇവിടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഇന്ധനങ്ങൾ എന്താണ്, അല്ലെ, കത്തുമ്പോൾ താപോർജം പുറത്തു വിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്ന ഒരു ബേസിക് കോൺസെപ്റ്റ് ഇല്ലേ, അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടോപ്പിക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ സൗരോർജം നല്ലൊരു ടോപ്പിക്കാണ്. സൗരോർജവുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെമോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. 6ാമത്തെ പാഠഭാഗം 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ 6ാമത്തെ പാഠഭാഗം ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്നതാണ്. ഇവിടെ പ്രധാനമായിട്ടും ഉത്തോലകങ്ങളെ കുറിച്ചും ലഘുയന്ത്രങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ചെറിയ ഉത്തോലകം വേണേൽ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും അല്ലെ, വളരെ ചെറിയ ഉത്തോലകം, സ്റ്റേപ്ലർ അടക്കമുള്ള ഉത്തോലകങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അത് 1ാം വർഗം, 2ാം വർഗം, 3ാം വർഗം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ നിന്ന് നിങ്ങൾ ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. അടുത്തത് 7ാമത്തെ പാഠം അറിവിന്റെ ജാലകങ്ങൾ. അവിടെ നല്ലൊരു ടോപ്പിക് ഉണ്ട്. നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെ എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യം അവതരിപ്പിക്കാം. അത് വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇപ്പൊ നമുക്കൊരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് കാര്യം അവതരിപ്പിക്കാൻ പറ്റും. അവിടെ പ്രതിപതനം അല്ലെങ്കിൽ കണ്ണിലെ ലെൻസ് എന്ന കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റും. 8ാമത്തെ പാഠം അകറ്റി നിർത്താം രോഗങ്ങളെ എന്നതാണ്. ഇതിൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നല്ല ടോപ്പിക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സെലക്ട് ചെയ്യാം. 9ാമത്തെ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. അതുപോലെ 10ാമത്തെ ജന്തുവിശേഷം. ഈ ഒരു 3 പാഠങ്ങൾ 8, 9, 10 ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ 8, 9, 10 ചാപ്റ്റേഴ്സ് അത്യാവശ്യം ബ്രോഡായുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു ടോപ്പിക് മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്താൽ ബാക്കിയുള്ള കാര്യങ്ങളൂടി അറിയണം. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ടോപ്പിക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലുള്ള പാർട്ട് 1ലെ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ജീവന്റെ ചെപ്പുകൾ, കുറച്ച് ബ്രോഡായുള്ള ചാപ്റ്റർ ആണ്, എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. മാറ്റത്തിന്റെ പൊരുൾ, അവിടെ നല്ല 2 ടോപ്പിക് ഉണ്ട്. ഒന്ന് ഊർജം മീൻസ് ഊർജ്ജ പരിവർത്തനമാണ് ഉദ്ദേശിച്ചത് അല്ലെ. ബൾബ് പ്രകാശിക്കുമ്പോൾ ഏത് ഊർജ്ജം ഏതായി മാറുന്നു എന്നൊക്കെ കോൺസെപ്റ്റ് ഇല്ലേ, അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ മാറ്റങ്ങൾ, ഭൗതിക മാറ്റം, രാസമാറ്റം, അത് നല്ല ടോപ്പിക്കാണ്. പിന്നെ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എങ്കിലും ആ പൂവിന്റെ ഭാഗങ്ങളില്ലേ, ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതിനെ പരിചയപ്പെടുത്തുന്ന ടോപ്പിക്കൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു പൂവൊക്കെ കയ്യിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ പാഠം
ചലനത്തിനൊപ്പം എന്നതാണ്. ഇവിടെ ചലനം എന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് അവതരിപ്പിക്കാൻ. കാരണം ഈ സമയം മാറുന്നതനുസരിച്ച് വസ്തുവിന്റെ സ്ഥാനം മാറുന്ന ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ വസ്തുവിന്റെ സ്ഥാനം മാറുകയാണെങ്കിൽ ആ വസ്തു ചലനത്തിലാണെന്ന് നമുക്ക് പറയാം എന്ന കോൺസെപ്റ്റ് വരുന്ന ചെറിയൊരു ടോപ്പിക് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു ഡെമോ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ആഹാരം ആരോഗ്യത്തിന്, അതിലും കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, മാംസ്യം, അന്നജവുമായി ബന്ധപ്പെട്ട കാര്യം, അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തോന്നുന്നത്, അത് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാം. പക്ഷേ കാർബോഹൈഡ്രേറ്റ് എടുത്തിട്ട് മാംസ്യത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം അഥവാ എന്ന് ചോദിച്ചാൽ നമുക്കത് ജസ്റ്റ് ഒന്ന് അറിയണം. ഓക്കെ, ഈ പാർട്ട് 2 ഒന്നിച്ചു നിലനിൽക്കാം, അവിടെ ആവാസ വ്യവസ്ഥ അല്ലേ, ഈ ഒരു ആഹാര ശൃംഖല, അതൊക്കെ നല്ലൊരു ടോപ്പിക്കാണ്. പിന്നെ ആകർഷിച്ചും വികർഷിച്ചും, അവിടെ കാന്തത്തിന്റെ പ്രോപ്പർട്ടീസ് വളരെ നല്ലതാണ്. കാന്തം നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാനും പറ്റും വളരെ ഈസി ആയിട്ട്. പിന്നെ 8ാമത് തിങ്കളും താരങ്ങളുമാണ്. അതുപോലെ തന്നെ 9 ചേർക്കാം പിരിക്കാം. അപ്പൊ അവിടെ തന്മാത്ര, മിശ്രിതം, ലായനിയെ വേർതിരിക്കലാണ് പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം നിങ്ങൾക്ക് പോസിബിൾ ആണെന്നുള്ളത് നോക്കുക. തന്മാത്രയായി ബന്ധപ്പെട്ട ബേസിക് പ്രോപ്പർട്ടി വെച്ചുള്ള ക്ലാസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഡെമോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അതൊരു തിയററ്റിക്കൽ ക്ലാസ് ആയിട്ട് ചിലപ്പോൾ മാറും. കാരണം നമുക്കൊന്നും ഒരു എക്സാമ്പിളോ നല്ലൊരു ഇലിസ്ട്രേഷൻ ഒന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല. 10ാമത്തത് രൂപത്തിനും ബലത്തിനും എന്നൊരു പാഠഭാഗമാണ്. ഇവിടെ പ്രധാനമായിട്ടും അസ്ഥി വ്യവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസ്ഥികളെ കുറിച്ച് പലതരത്തിലുള്ള. അപ്പൊ അതിലെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു പാഠം 8ാമത്തെ പാഠം അതുപോലെ തന്നെ 10ാമത്തെ പാഠം എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ 5ാമത്തെ പാഠവും സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഈ 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് ആണ്. അതിൽ 1ാമത്തെ പാഠം മണ്ണിൽ പൊന്നു വിളയിക്കാം. അവിടെ വിത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പ്രധാനമായിട്ട്. പിന്നെ പലതരത്തിലുള്ള എന്താ പറയുക, ചെടികളെ പരിപാലിക്കുന്ന പല രീതികളുണ്ട്. പിന്നെ കൊമ്പ് ഒട്ടിക്കല്, മുകളൊട്ടിക്കല്. ഈ കൊമ്പ് ഒട്ടിക്കലൊക്കെ നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഓക്കെ, പ്രകാശ വിസ്മയങ്ങൾ, അവിടെ നല്ല 4 ടോപ്പിക് ഉണ്ട്. ഒന്ന് പ്രതിപതനം, ഒന്ന് അപവർത്തനം, ഒന്ന് ലെൻസ്, ഒന്ന് വർണ്ണപ്പമ്പരം. അല്ലെ, വർണ്ണപ്പമ്പരം നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കൊണ്ടുപോകാനൊക്കെ. എനിവേ ലെൻസ് നമുക്കൊരു കീശയിലിട്ട് പോകാൻ പറ്റും അല്ലേ, ഒരു കാന്തം കൊണ്ടുപോകുന്ന അതിന് നമുക്ക് കൈ പിടിച്ച് ലെൻസും കൊണ്ട് പോകാൻ വേണമെങ്കിൽ പറ്റും. പിന്നെ പ്രതിപദനവും അപവർത്തനവും ഒക്കെ എന്താണ് നല്ല ടോപ്പിക്കാണ്. കുറേ എക്സാമ്പിൾസ് അതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന സിമ്പിൾ പ്രവർത്തനം അല്ലെങ്കിൽ സിമ്പിൾ എക്സാമ്പിൾസ് നിങ്ങൾ അവിടെ അവതരിപ്പിച്ചാൽ മാത്രം മതിയാവും. എന്നിട്ട് അതിന്റെ ഡെഫിനിഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഡെഫിനിഷനിലേക്ക് പോകുന്നൊരു ടെൻഡൻസി ആയിരിക്കണം നമ്മളെ ക്ലാസ്സിന് വേണ്ടത്. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ക്ലാസ് മതി സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് എവിടെ വേണേൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 3ാമത്തെ പാഠം ആസിഡുകളും ആൽക്കലികളും ആണ്. ഇവിടെ നല്ലത് തോന്നുന്നത്, ഇവിടെ ഈ ചെമ്പരത്തി ഈ പൂ ഉപയോഗിച്ച് നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഒക്കെ നമ്മൾ ഫോം ചെയ്യുന്ന ഒരു പരീക്ഷണം അതിൽ പറയുന്നുണ്ട്. അത് നല്ലതായിരിക്കും. അതാകുമ്പോൾ നമുക്ക് ചെറിയ പേപ്പറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ കളറൊക്കെ ഇങ്ങനെ ചെമ്പരത്തി ഇങ്ങനെ ഉരച്ചിട്ടൊക്കെ കാണിച്ചു നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ആസിഡിന്റെ ആൽക്കലിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുകയാണെങ്കിൽ ആസിഡിന്റെ പൊതുഗുണങ്ങൾ പറയാം. അത് നമ്മുടെ ഡെയിലി ലൈഫിലെ നിത്യജീവിതത്തിലുള്ള ആസിഡ്സ് ഇല്ലേ, ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്നത്, അത്തരം ആസിഡ്സിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 7th ബേസിക് സയൻസിലുള്ള 4ാമത്തെ പാഠം അന്നപഥത്തിലൂടെ എന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതിന്റെ ടോപ്പിക് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. 5ാമത്തെ പാഠം വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. ഇവിടെ വേണമെങ്കിൽ വൈദ്യുതി എന്താണെന്നൊക്കെ ഉള്ളത് തിയററ്റിക്കലായിട്ട് പറയാം. അതല്ലെങ്കിൽ ഒരു LED ചെറിയതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ അത് കുറച്ചും കൂടി നമ്മളൊരു വെൽ പ്രിപ്പയർഡ്, അതായത് വെച്ചാൽ ആദ്യമേ നമ്മളൊന്ന് ഒരു സാമർത്ഥ്യമായിട്ട് പ്ലാൻ ചെയ്തു എന്ന് തോന്നിക്കണ്ട. അതുകൊണ്ടാണ് അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ടോപ്പിക് ഉണ്ട് എടുക്കുക. പിന്നെ പാർട്ട് 2 നിർമ്മലമായ പ്രകൃതിക്കായി എന്ന് പറയുന്നത് അവിടെ മണ്ണിനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യൽ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ മണ്ണിനങ്ങളൊക്കെ വരുന്നുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ. പിന്നെ അതല്ല, ഇത് മണ്ണ് അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണ് അല്ലെ, മണ്ണിലെ എന്താ പറയുക ജലാംശം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും എന്നത് വാതകമർദ്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിക്കാം. സിമ്പിൾ ആയിരിക്കും. ബലൂണിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം. പിന്നെ പ്രാണവായുവും ജീവരക്തവും, അത് കുറച്ച് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ താപം ഒഴുകുന്ന വഴികൾ, അവിടെ താപപ്രേക്ഷണ രീതികൾ, ചാലനം, സംവഹനമൊക്കെ അല്ലേ, വികിരണമൊക്കെ, അത് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. വികിരണമൊക്കെ വളരെ ഈസിയിൽ അവതരിപ്പിക്കാം. കാരണം നേരത്തെ നമ്മൾ സൗരോർജ്ജം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്താ പറയുക താപ പ്രേക്ഷണ രീതികൾ നമുക്ക് പറയാൻ പറ്റും. 10ാമത് സുരക്ഷ ഭക്ഷണത്തിലും. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എന്താ അവിടെ ഉള്ള ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇത് ചാപ്റ്റേഴ്സ് ഇവിടെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറ്റുന്ന ഭാഗത്ത് ഏറ്റവും സിമ്പിളായിട്ട് പറ്റുന്ന ടോപ്പിക്ക് മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ കുറേ ടോപ്പിക്കുകൾ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല.
പറ്റുന്ന ടോപ്പിക്കാണ് അവതരിപ്പിച്ചത്. ഇനി നമ്മൾ സോഷ്യൽ ഇതേമാതിരി പറയും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് കുറേ ടോപ്പിക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ ടോപ്പിക് തന്നെ നിങ്ങൾ വായിക്കണം എന്നോ അത് ഫോളോ ചെയ്യണമെന്നോ ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലേ, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് പ്രധാനം. ഇപ്പം നമ്മളിവിടെ പറയാതെ ഇപ്പം 6th ബേസിക് സയൻസിൽ പാർട്ട് 1 5ാമത്തെ പാഠം ആഹാരം ആരോഗ്യത്തിന് എന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി അവതരിപ്പിക്കാൻ പറ്റും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം എന്ത് ചെയ്യുക, അതിനൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കണം, നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അതിൽ നിന്നാണ് നിങ്ങൾ കാര്യത്തിലേക്ക് എത്തേണ്ടത്. അല്ല നമ്മൾ മനസ്സിൽ ഇപ്പോൾ ഒരു ഈ കാന്തം അല്ലെ, കാന്തവുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കല്ല. ആ ഒരു 5th 6th 7th ആ കാന്തവുമായി ബന്ധപ്പെട്ട പാഠമല്ലേ, അതിൽ എന്താണ് പഠിപ്പിച്ചത് ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ അവതരിപ്പിക്കേണ്ടത്. കാരണം പ്രൈമറി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ അവിടെ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പിന്നെ സമഗ്ര, ഈ സമഗ്രയുടെ സൈറ്റിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കറിയാലോ സമഗ്ര ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ചെയ്തിട്ട് അതിൽ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് അതിൽ ടെക്സ്റ്റ് ബുക്സ് എന്ന ഇത് സെലക്ട് ചെയ്താൽ ഡിവിഷനും അല്ലേ മീഡിയോ ഏതാണ് സബ്ജക്റ്റ് എന്നൊക്കെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് PDF. കൂടാതെ ഈ പാഠഭാഗങ്ങളൊക്കെ 5th 6th 7th ഉള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ ചിലപ്പം ഡെമോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. SCRT പ്രൈമറി എന്ന പ്ലേലിസ്റ്റിൽ ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സോഷ്യൽ സയൻസിൻ്റെ കാര്യമായിട്ട് പറയാം. എന്നിട്ട് നമ്മൾ ഡെമോ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.